ഹലോ! അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. സമാഗമം 2025 എന്നൊരു ഇവൻറ്റിൻ്റെ ഒരു ക്വിക്ക് കവറേജ് ആണ് കേട്ടോ ഈ വീഡിയോ. Hi guys, welcome to Susan Chechi's Thank you. Hi guys, welcome to my YouTube channel. Our YouTube channel. My YouTube channel. No, Susan Chechi's YouTube channel. Thank you. Subscribe, like, share, come and support us. Hi guys, welcome to my YouTube channel. നമുക്ക് രണ്ടുപേർക്ക് Instagram ഇന്നത്തെ മെയിൻ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കരോൾ സിംഗിങ് കോമ്പറ്റീഷനാണ്. അപ്പോൾ അതിനെല്ലാവരും പ്രിപ്പയർ ചെയ്യാണ്. എല്ലാവരും വന്ന് ഇവൻ്റ് തുടങ്ങുന്നതിന് മുന്നേ വന്ന് മൈക്ക് ചെക്കും സ്റ്റേജ് പൊസിഷൻ്റെയൊക്കെ സെറ്റിങ്സും എല്ലാം ഒക്കെ നോക്കുവാണ്. അതാണ് ഈ കാണുന്നത്. All the best. All the best. ഹലോ, എല്ലാവരും അവരവരുടെ ടീംസ് പ്രാക്ടീസ് ചെയ്യാണ്. അതിൻ്റെ ഒരു ക്ലിപ്പാണ് ഞാൻ എടുക്കുന്നത്. ആരും എത്തിയിട്ടില്ല. സമയം 1:15 4 മണിക്കേ ഉള്ളൂ. 3 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. 4 മണിക്ക് കരോൾ കോമ്പറ്റീഷൻസ്. എല്ലാവരും ടീംസ് വന്ന് മൈക്ക് ചെക്കും പൊസിഷൻ ചെക്കും ഒക്കെ ചെയ്ത് നോക്കുവാണ്. ഹലോ, എല്ലാവരും മൈക്ക് ചെക്ക് ചെയ്ത് പ്രാക്ടീസൊക്കെ ചെയ്ത് നോക്കുകയാണ്. 3 മണിക്കുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം എല്ലാവരും വന്ന് പൊസിഷനും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ഞങ്ങളുടെ ചെക്ക് കഴിഞ്ഞു. Waiting for the event to start. Subscribe to Be Like Wall and Susan Varghese and Madhavilla by Susan Varghese. And what was the other? Sherry Berry and Be Like Wall. Be Like? Wall. Be Like Wall, okay. Please subscribe to all these 3 channels. Yes guys. ചാനൽ ഇടുന്നേ ഉള്ളൂ. ചാനലിലേക്ക് പതുക്കെ വരും. അപ്പോഴത്തേക്ക് ഇത് നമ്മള് വൈറലാക്കും. അത് ചവിട്ട് നാടകം എന്നും പറയും. അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. ഇതാണ് ഞങ്ങളുടെ ടീമിൻ്റെ പ്രസൻറ്റേഷൻ. റൈറ്റ് സൈഡിൽ ക്രിസ്മസ് ട്രീ, റെയിൻഡിയറിൻ്റെ, ക്രിസ്മസ് സാന്റാക്ലോസിൻ്റെ ഒക്കെ ഒരു കട്ടൗട്ട്. ലെഫ്റ്റ് സൈഡിൽ ക്രിബും ഏഞ്ചൽസും. ഈ കോമ്പറ്റീഷൻ്റെ റൂൾസിൽ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പർട്ടീസിനെല്ലാം എക്സ്ട്രാ മാർക്സ് ഉണ്ടായിരുന്നു കേട്ടോ. പാട്ട് പാടുന്നതിനൊപ്പം തന്നെ പാർട്സ് പാടുവാണെങ്കിലോ അതുപോലെ നമ്മുടെ അറേഞ്ച്മെൻറ്റ്, നമ്മുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെ യൂസ് ചെയ്യുന്നുള്ളത്, വേ ഓഫ് പ്രസൻറ്റേഷൻ എല്ലാം കൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ഞങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു ആക്ച്വലി. പിന്നെ ഈ പ്രോപ്പർട്ടീസ് ഒന്നും സെറ്റ് ചെയ്യാൻ അധികം സമയമൊന്നുമില്ല. ഓരോ ടീമിനും 15 മിനിറ്റാണ് അവർ കൊടുത്തിരുന്നത്. ആ 15 മിനിറ്റിൽ ആദ്യത്തെ 5 മിനിറ്റ് പ്രിപ്പറേഷൻ, ബാക്കി 10 മിനിറ്റിനകത്ത് നമ്മുടെ പാട്ട് നിർത്തുകയും ചെയ്യണം. അപ്പോൾ ഞങ്ങൾ 2 സോങ്ങാണ് പാടിയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ 5 മിനിറ്റിലാണ് ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് സ്റ്റേജിൽ കൊണ്ട് വെച്ചതും ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തതും. ക്രിസ്മസ് ട്രീയുടെ ഒരു സ്ട്രക്ചർ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ പ്രോപ്പർട്ടീസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നാലും അതെടുത്ത് സ്റ്റേജിലേക്ക് വെക്കാന്ന് പറയുന്നത് ഇച്ചിരി പാടായിരുന്നു. ആ 5 മിനിറ്റിനകത്താണ് അങ്ങനെ ടീം എല്ലാവരും സഹായിച്ച് കോർഡിനേറ്റ് ചെയ്ത് നന്നായിട്ടായിട്ട് ചെയ്തത്. That was a divine performance by chess number 102 on stage, truly capturing the essence of this Christmas season. Let's give them a big round of applause. ഈ
ഈ കരോൾ കോമ്പറ്റീഷന്റെ റൂൾസ് ആൻഡ് ഗൈഡ്ലൈൻസ്. ഞങ്ങളുടെ ലോട്ട് ആക്ച്വലി സെക്കൻഡ് ആയിരുന്നു. അപ്പം സെക്കൻഡ് ചാൻസിൽ ഞങ്ങളുടെ ടീം പ്രസൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെയും ബാക്കി പള്ളികളെല്ലാവരും ഇടവകളിൽ നിന്ന് എല്ലാവരും പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് കരോൾ സിംഗിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലക്കി ഡ്രോ ഉണ്ടായിരുന്നു. 252583 2000 rupees grand prize. Sorry, 20,000 rupees grand prize. ഒരു 20,000 ഡൊണേഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു ലക്കി ഡ്രോ കോമ്പറ്റീഷൻ ഇവിടെ നടന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇതിൽ എല്ലാവരും പങ്കെടുത്ത് വരുന്നത് വലിയ സന്തോഷം തരുന്ന ഒരു സത്യമാണ്, വസ്തുതയാണ്. ഇതിന്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഈ ക്ലോസിംഗ് സെറമണിയോട് ചേർന്ന് നടക്കുന്നതായിരിക്കും. സാന്നിധ്യത്തിൽ എല്ലാ സ്പോൺസേഴ്സിന്റെ സാന്നിധ്യത്തിൽ കോമ്പറ്റീഷന്റെ വിന്നേഴ്സ് ആയിരുന്നു അവരെല്ലാവരും. താങ്ക് യു സോ മച്ച്. പ്ലീസ് റിസീവ് എ ടോക്കൺ ഓഫ് ലവ് ഓൺ ഓൾ അവർ എന്തോ കണ്ടായിരുന്നു പോയി വന്നിട്ട് Unamala Vilasan to present the token of love to all of them. Thank you so much. ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള എല്ലാ വീഡിയോസിലും ഞങ്ങളുടെ മുഖങ്ങൾ കാണാൻ സാധിക്കട്ടെ. അതെ, ഓക്കെ, താങ്ക് യു. അങ്ങനെ ലക്കി ഡ്രോ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തതിന് ശേഷം എല്ലാ ഇടവകളിൽ നിന്നും ഓരോ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു സോളോ ഡാൻസ് പെർഫോമൻസും പിന്നെ ഒരു സ്കിറ്റും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്കി എല്ലാ പള്ളികളിൽ നിന്നും ഉണ്ടായിരുന്നു. വചനവർഷത്തിനെ കുറിച്ചുള്ളൊരു സ്കിറ്റായിരുന്നു കേട്ടോ. നല്ലൊരു സ്കിറ്റായിരുന്നു. കുട്ടികൾക്കെല്ലാം മനസ്സിലാവുന്ന രീതിക്കുള്ള ഒരു പ്രസൻറ്റേഷൻ ആയിരുന്നു. എല്ലാവരും ഒക്കെ കണ്ടിരുന്നവരൊക്കെ നല്ലോണം അപ്രിസിയേഷനൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ മക്കളെ, ഇന്ന് ഒരു കൃപ നിറഞ്ഞ ദിവസമാണ്. നമ്മുടെ വികാരിയച്ഛൻ ഇന്നൊരു കാര്യം പറഞ്ഞായിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ടപ്പാ. അച്ഛനെന്ന് വചനവർഷത്തിന്റെ തുടക്കം പള്ളിയിൽ ആചരിച്ച പോലെ നമ്മുടെ കുടുംബത്തിലും ആചരിക്കണമെന്ന് പറഞ്ഞു. അതെ, നമുക്കിപ്പോ തുടങ്ങിയാലോ? യെസ് അപ്പാ. ദൈവത്തോടുകൂടെ ആയിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. Just wonderful and perfect. Thank you MCYM Mathikare team for creating a visual and emotional journey that will stay with us. സ്റ്റേജ് പെർഫോമൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വികാരി അച്ഛൻ മാത്യു കണ്ടതിൽ അച്ഛൻ്റെ പ്രസംഗവും പിന്നെ വോട്ട് ഓഫ് താങ്ക്സും പിന്നെ കുറച്ച് ഫെലിസിറ്റേഷൻ സെറമണീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിതാവിൻ്റെ പ്രസംഗവും പിന്നെ ആദരിക്കൽ ചടങ്ങുകളുമായിട്ട് കുറച്ച് സമയം അങ്ങ് കടന്നുപോയി. അങ്ങനെ ഏറ്റവും ഒടുവിലാണ് കരോൾ സിംഗിങ്ങിൻ്റെ ടൈറ്റിൽ വിന്നേഴ്സ് അനൗൺസ് ചെയ്തത്. അതുവരെ എല്ലാവരും ഞങ്ങൾ ഇങ്ങനെ റിസൾട്ട് നോക്കിയിരിക്കുകയായിരുന്നു. 2010 പുത്തൂർ ഭദ്രാസനമായി അത് ഒരു ഭാഗം ആയപ്പോൾ കുറച്ചു ഭാഗം ETR ആയി അവശേഷിച്ചു. എന്നാൽ 2020 കർണാടകത്തിലെ 16 ജില്ലകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുത്തൂർ ഭദ്രാസനം അതിൻ്റെ അജപാലന ശുശ്രൂഷയുടെ വേദി വിപുലീകരിച്ച്
പരിശുദ്ധ സുനോദോസ് നമ്മളെ ഏൽപ്പിച്ചപ്പോൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുത്തൂർ ഭദ്രാസനത്തിലൂടെയുള്ള വളർച്ച അതിവേഗം മുന്നോട്ട് നീങ്ങി. അതിൽ നമുക്ക് അഭിമാനം കൊള്ളാം. ഈ രീതിയിലുള്ള ഒരു വേദിയിലൂടെ ബാംഗ്ലൂരിലെ മലങ്കര സുറിയാനി കത്തോലിക്ക, ബാംഗ്ലൂർ റീജന്റെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അംശമായിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, ബഹുമാനപ്പെട്ട വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും നേതൃത്വത്തിലൂടെയും വിവിധ അജപാലന സമിതികളിലൂടെ ഇതിനെ വളർത്തുന്ന നമ്മുടെ നേതാക്കന്മാരുടെയും എല്ലാം ഉജ്ജ്വലമായിട്ടുള്ള സമർപ്പണത്തോടു കൂടി നാം മുന്നേറുമ്പോൾ എന്നും നമുക്ക് അഭിമാനിക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനമായി ദൈവാശ്രയ ബോധം നമുക്കുള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ജെറുസലേമിലെ വിശുദ്ധ മക്കാറിയോസിന്റെ തിരുനാൾ ജനുവരി 19-ാം തീയതി നാളെയാണ് ആഘോഷിക്കുന്നത്. അതിനോട് ചേർന്നാണ് അഭിമന്യ പിതാവിന്റെ തിരുനാൾ, നാമഹേതിക തിരുനാൾ നാളെ ആഘോഷിക്കപ്പെടുന്നത്. ഒപ്പം പിതാവ് തന്നെ സൂചിപ്പിച്ചതുപോലെ അഭിമന്യ മക്കാറിയോസ് തിരുമേനിയിലൂടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്കും ആഗോള കത്തോലിക്ക സഭയ്ക്കും അതിനുമപ്പുറം നമ്മുടെ പൊതുസമൂഹത്തിനും നിരവധി നന്മകളാണ് ഓരോ പ്രാവശ്യവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിതാവ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ക്ലർജി കമ്മീഷന്റെ ചെയർമാനാണ്. ഒപ്പം തന്നെ KRCBC കേരള റീജിയണൽ കാത്തലിക് ബിഷപ്പ് കൗൺസിലിന്റെ കമ്മീഷൻ ഓഫ് വുമൺ പിതാവ് മുൻ ചെയർമാനായിരുന്നു. വുമൺ കമ്മീഷനോടൊപ്പം ലേബർ കമ്മീഷനും, ഈ 2 കമ്മീഷനുകളുടെയും ചെയർമാനാണ് അഭിനന്ദനായ പിതാവ്. അങ്ങനെ ത്യാഗോജ്വലമായ ഒരുപാട് പ്രവർത്തനങ്ങൾ പിതാവിൻ്റെ ഒരു പ്രവർത്തനത്തിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ സെയിൻറ്റ് ജോൺസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗവേണിംഗ് ബോഡിയിൽ, പരമോന്നതമായ ആ ഒരു ഗവേണിംഗ് ബോഡിയിലെ പിതാവ് അംഗമായിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടായ്മ ഇന്നിവിടെ കൂടുമ്പോൾ പിതാവിനെ ആദരിക്കാതെ പോകുന്നത് ഭീകരമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ആദരവും പിതാവിന് ഈ സമയം നേടാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ആദരവ് പിതാവിന് നൽകുവാനായി നമ്മുടെ ബാംഗ്ലൂർ അച്ഛൻ്റെ പുതിയ ബത്തേരിയിലുള്ള യാത്രയ്ക്ക് എല്ലാ ആശംസകളും ബാംഗ്ലൂർ കൂട്ടായ്മയുടെ പേരിൽ കണ്ടെത്തൽ അച്ഛൻ ഇപ്പോൾ നൽകുന്നു. അടുത്തതായി ഈ സമാഗമം 2025 വേദിയിൽ ആദരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബൈജു അങ്കിളിനെയാണ്. ബൈജു സാറിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബൈജു സാർ, നമുക്കറിയാം ഈ കഴിഞ്ഞ നാളുകളിൽ ഭാരത അവാർഡ് ഈ കഴിഞ്ഞ നാളിൽ ബൈജു അങ്കിളിൽ നേടുകയുണ്ടായി. ഇത് റിയൽ എസ്റ്റേറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ സെക്ടറിൽ ബൈജു അങ്കിളിൻ്റെ നിസ്തുലമായ സേവനത്തിൻ്റെ മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ സേവനത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഈ ഒരു പുരസ്കാരം ബൈജു അങ്കിളിനെ നേടിയെത്തത്. ഈ ഒരു സമയം അഭിമന്യ പിതാവ് ഏറ്റവും സ്നേഹത്തോടെ ബൈജു അങ്കിളിന് ആദരവ് സമർപ്പിക്കുന്നു. നമുക്കറിയാം പുത്തൂർ ഭദ്രാസനത്തിൻ്റെ മുൻ MCA പ്രസിഡന്റായിരുന്നു. പുത്തൂർ ഭദ്രാസനത്തിൽ നിന്ന് സഭാതലത്തിലേക്കുള്ള മുഖ്യ പ്രതിനിധിയാണ് ബൈജു സാർ. അടുത്തയാഴ്ച സഭാതല സമിതിയുടെ ഇലക്ഷൻ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവകരങ്ങളിൽ ബൈജു സാർ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും പുത്തൂരിൻ്റെ തിലകക്കുറിയാകാനുള്ള ചരിത്ര താളുകളിൽ പുത്തൂർ MCA പേരെഴുതി ചേർക്കുവാൻ ബൈജു സാറിന് അടുത്ത ആഴ്ച എല്ലാ ആശംസകളും ഈ ഒരു സമയം മേഖലയുടെ പേരിൽ ഏറ്റവും സ്നേഹത്തോട് സമർപ്പിക്കുന്നു. റോജിച്ചാന്റെ നേതൃത്വത്തിൽ നമ്മുടെ മലങ്കര കമ്മ്യൂണിറ്റി ഊർജ്ജസ്വലമായ പരിവർത്തനങ്ങൾക്ക് ഒരു കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. നിരവധി സംരംഭങ്ങൾക്ക് ശ്രീ റോജയും തുടക്കം കുറിച്ചിട്ടുണ്ട്. യൂത്ത് എംപവർമെന്റ് കരിയർ ഗൈഡൻസ് സെഷനിലൂടെ നമ്മുടെ യുവതലമുറയ്ക്ക് ആവശ്യമായ ദിശാബോധവും പ്രചോദനവും നൽകാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. ഓൺട്രപ്രണർ ഫോറം ആരംഭിക്കാനും നിരവധി സംരംഭകർക്ക് അതുവഴി പുതുവാതിലുകൾ തുറക്കുകയും മറ്റ് സംരംഭകരുമായി നെറ്റ്വർക്കിങ്ങിന് നിരവധി അവസരങ്ങൾ തുറന്നു നൽകുകയും ചെയ്തു. എല്ലായ്പ്പോഴും വളരെ മാതൃകാപരമായി നമ്മുടെ മലങ്കര മക്കളെ നയിക്കുകയും മറ്റുള്ളവരെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കാൻ പ്രചോദിപ്പിക്കുകയും
മലങ്കര സമൂഹത്തിന്റെ വളർച്ചയ്ക്കായി ഇപ്പോഴും പ്രവർത്തിക്കുകയും ചെയ്ത ശ്രീ റോജി കോശിയുടെ നേതൃത്വം NCA എന്ന ഈ കുടുംബത്തിനുള്ളിലെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക മാത്രമല്ല നമ്മിൽ ഓരോരുത്തരിലും മായാത്ത മുദ്ര പതിപ്പിക്കുകയും ചെയ്തു. എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ജീവിതം വൈദിക ശുശ്രൂഷ നമ്മുടെ പുത്തൂർ ഭദ്രാസനത്തിൽ ആണ് അദ്ദേഹം ആരംഭിക്കുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ ബാംഗ്ലൂർ റീജിയനിൽ തന്നെ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത ഇപ്പോൾ ഞാൻ കാണുന്നത്. ആ രീതിയിൽ എല്ലാവരുടെയും പേരിൽ അച്ഛനെ ഞാൻ പുത്തൂർ ഭദ്രാസനത്തിലേക്കും ഈ മേഖലയിലേക്കും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന വസ്തുത ഇബ്നച്ചൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മളോടൊപ്പം വന്നുണ്ട്. ഇരുവരെയും ഈ സ്റ്റേജിൽ ഈ ഒരു ആദരവിൻ്റെ സമയത്ത് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഇത് വലിയൊരു സന്തോഷത്തിൻ്റെ നിറവാണ്. ആ ഒരു നിറവ് പൂർണ്ണമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഇബ്നച്ചൻ്റെ ആ ഒരു ഫോട്ടോഗ്രാഫിൽ മാതാപിതാക്കളുടെ പടവും തെളിയണം എന്നത് അത്യന്താപേക്ഷിതമാണ്. തീർച്ചയായിട്ടും ഇരുവരെയും ഏറ്റവും ആദരവോടെ ബഹുമാനത്തോടെ മലങ്കര സഭയ്ക്കും കത്തോലിക്ക സഭയ്ക്കും ഇബ്നച്ചനെ ഇതിനോടൊപ്പം നമ്മുടെ ഹെണ്ണൂർ ഇടവകയുടെ വികാരി പ്രോട്ടോ ജില്ലാ വികാരിമായിരിക്കുന്ന കണ്ടത്തലച്ചനും കൂടെ ബാംഗ്ലൂർ മലങ്കര സുറിയാനി കൂട്ടായ്മയുടെയും പുത്തൂർ ഭദ്രാസനത്തിൻ്റെയും എല്ലാവിധ ആശംസകളും ആദരവും പുത്തൂർ ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ മക്കാരിയോസ് പിതാവും ജില്ലാ വികാരി മാത്യു കണ്ടത്തലച്ചൻ തോമസ് അച്ഛൻ്റെ പൗരോഹിക ജീവിതത്തിന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. അങ്ങനെ സമയം ഏകദേശം 10 മണിയായി. കാത്തിരുന്ന് റിസൾട്ട് അനൗൺസ്മെന്റ് ആയിട്ടുണ്ട്. ബാക്കി വിശേഷം നിങ്ങൾ നേരിട്ട് കണ്ടോളൂ. വളരെ ആവേശകരമായ ഈ ഒരു കരോൾ കോമ്പറ്റീഷനിൽ വളരെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് സിംഹസാന്ദ്ര യൂണിറ്റ് ഈ സമ്മാനം നേടിയത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. സമാഗമം 2025 രണ്ടാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്ന സിംഹസാന്ദ്രയുടെ ടാപ്കോ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്ന സമ്മാനമാണ്. ക്യാഷ് പ്രൈസ് ട്രോഫി യൂണിറ്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. ടാപ്കോ ഗ്രൂപ്പിന് അനീഷ് പ്ലാക്കൽ. സ്നേഹമുള്ളവരെ, ഫസ്റ്റ് പ്രൈസ് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതൊരു സർപ്രൈസാണ്. നമ്മുടെ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുക്കാൻ പിടിച്ചത് നമ്മുടെ പുന്നമടത്തിലച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങളാണ്. എല്ലാ പ്രോഗ്രാമിനും നേതൃത്വം വഹിച്ചത് പുന്നമടത്തിലച്ഛനും ജീനായിക്കും ജിജി ആൻറ്റിക്കും അവരുടെ ടീം അംഗങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സർ. Goes to 102. ഒട്ടും സർപ്രൈസിലാണ്, ഒട്ടും അതിശയോക്തിയിലാണ് വളരെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ച ഹെണ്ണൂർ യൂണിറ്റ്. ഈ സമാഗമം 2025 ഓർമ്മകളിൽ എന്നും തെളിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രമായ ഹെണ്ണൂർ യൂണിറ്റിന്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഈ ഒരു സന്തോഷത്തിൽ പാർട്ടി ചെയ്യുവാൻ ഒന്നാം സ്ഥാനത്തുള്ള ട്രോഫി അതുപോലെ മക്കാരിയോസ് പിതാവും കണ്ണൂർ യൂണിറ്റിന്റെ നിറഞ്ഞൊരു കൈയടി. സമാഗമം 2025 ഓർമ്മകളിൽ ഏറ്റവും നിറവേറിയ ഒരു ചിത്രമായി ഈ ഒരു സമ്മാനം മാറട്ടെ എന്ന് ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. അഭിനന്ദനങ്ങളും ആശംസകളും ബാംഗ്ലൂർ കൂട്ടായ്മയുടെ അഭിമാനമായ ഇത് മാറട്ടെ എന്ന ആശംസ. ഈ ഒരു ചിത്രം വയസ്സുമാണ്. ഈ ഒരു ചിത്രത്തിൽ ഇടവക ബാംഗ്ലൂരിൽ ഇതിന്റെ അഭിമാനം